ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ മക്കളുടെ അടിസ്ഥാന പാഠാവലിയുടെ ഓണം എക്സാമിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ നമ്മുടെ അടിസ്ഥാന പാഠാവലിയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ STD6 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അതിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. പ്രവർത്തനം 1. കവിത വായിച്ച് താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. പിന്തിരിഞ്ഞുണ്ണിയെ കണ്ടപ്പോളൻ മനസ്സ് എന്തിനോ തെല്ലു നടുങ്ങിപ്പോയി. ചിന്നിക്കിടക്കും കൂന്തൽ ചുരുളുകളിൽ മിന്നി നിൽക്കുന്നു മഴത്തുള്ളികൾ. ആർദ്രമാം മുറ്റത്തെ ചെമ്മണ്ണാക്കാലുകളിലാകെ പറ്റിപ്പിടിച്ചിരിപ്പു. ആ മൺചുമരിന്മേൽ ചിത്രം വരയ്ക്കയാണോമലിൻ പൂങ്കൈ കരിങ്കൊള്ളിയാൽ. ഒട്ടേറെ ജീവിതായാസ കൊടും പുക തട്ടി തെളിവറ്റൊരു ചുമരോ വ്യർത്ഥ വിനോദ പ്രസക്തിയിൽ പുച്ഛത്താൽ അത്ര മുഖം കനപ്പിച്ചു നിന്നു. ഇനി കവിതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള 4 ചോദ്യങ്ങൾ നമുക്ക് താഴെ തന്നിട്ടുണ്ട്, നോക്കാം. ചോദ്യം 1. കവയിത്രിയുടെ മനസ്സ് നടുങ്ങിപ്പോയത് എന്തുകൊണ്ട്? A. ഉണ്ണി മഴ നനഞ്ഞതിനാൽ. B. ഉണ്ണി ചിത്രം വരച്ചതിനാൽ. C. ചുമർ തെളിവറ്റതായതിനാൽ. D. മഴ പെയ്തതിനാൽ. എന്തിനാണ്? മഴ പെയ്തതിനാലാണ്. ചോദ്യം 2. മുഖം കനപ്പിച്ച് നിന്നതാര്? A. മഴ. B. കവയിത്രി. C. ഉണ്ണി. D. ചുമർ. ചുമറാണ് ഉത്തരം. ചോദ്യം 3. ആർദ്രമാം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? A. വലുതായ. B. നനഞ്ഞ. C. പഴകിയ. D. പൊട്ടിപ്പൊളിഞ്ഞ. നനഞ്ഞ എന്നതാണ് ഉത്തരം. ചോദ്യം 4. കവിതാ ഭാഗത്ത് കുറച്ച് എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത് തെല്ല് എന്നാണ്. എന്നാൽ കൂടുതൽ എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുന്ന പദം ഏതാണ്? A. തെളിവറ്റ. B. ഒട്ടേറെ. C. വ്യർത്ഥം. D. പുച്ഛം. ഉത്തരം ഒട്ടേറെയാണ്. പ്രവർത്തനം 2. പത്രവാർത്ത തയ്യാറാക്കുക. നവംബർ 1 ശ്രേഷ്ഠ ഭാഷാ ദിനാചരണം. ഉദ്ഘാടനം പ്രശസ്ത കവി കുരീപ്പുഴ ശ്രീകുമാർ. സ്ഥലം മണിമുറ്റം ഗവൺമെന്റ് UP സ്കൂൾ ഓഡിറ്റോറിയം. അധ്യക്ഷൻ PTA പ്രസിഡന്റ്. മണിമുറ്റം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന ശ്രേഷ്ഠ ഭാഷാ ദിനാചരണത്തിന്റെ നോട്ടീസിലെ സൂചനകളാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. സൂചനകൾ വികസിപ്പിച്ച് വാർത്ത തയ്യാറാക്കുക. ശ്രേഷ്ഠ ഭാഷാ ദിനാചരണം. മണിമുറ്റം ഗവൺമെന്റ് UP സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ശ്രേഷ്ഠ ഭാഷാ ദിനാചരണം നടന്നു. പ്രശസ്ത കവി കുരീപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. മലയാള ഭാഷയുടെ പൈതൃകവും മൂല്യവും മനസ്സിലാക്കണമെന്നും മാതൃഭാഷ എന്ന് വെളിച്ചം അണയാതെ സൂക്ഷിക്കണമെന്നും കുരീപ്പുഴ ശ്രീകുമാർ പറഞ്ഞു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ PTA പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ ആശംസാ പ്രസംഗം നടത്തി. സ്കൂൾ ലീഡർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി നന്ദിയും പറഞ്ഞു. പ്രവർത്തനം 3. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. മിണ്ടി തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേൽ അമ്മിഞ്ഞ പാലോടൊപ്പം അമ്മ എന്നുള്ള 2 അക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ. മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. വള്ളത്തോളിന്റെ എന്റെ ഭാഷ എന്നുള്ള കവിതയിൽ നിന്നുള്ള ഒരു ഭാഗമാണ് തന്നിട്ടുള്ളത്. ഇതിനൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. സംസാരിച്ചു തുടങ്ങുന്ന കുഞ്ഞിന്റെ ചുണ്ടിൽ നിന്നും ആദ്യം പുറപ്പെടുന്ന ശബ്ദമാണ് അമ്മ. അമ്മ എന്ന ശബ്ദം അവൻ ഏതു ഭാഷയിലാണോ ഉച്ചരിക്കുന്നത് അതാണ് അവന്റെ മാതൃഭാഷ. അമ്മിഞ്ഞ പാലിനോടൊപ്പം ചുണ്ടിൽ വിരിയുന്ന ആ ഭാഷയാണ് അവന് തന്റെ ചുറ്റുമുള്ള ലോകത്തെ കുറിച്ച് അറിവ് നേടിക്കൊടുക്കുന്നത്. ആദ്യത്തെ ഗുരു അമ്മയാണെന്നതുപോലെ ആദ്യത്തെ ഭാഷ മാതൃഭാഷയുമാണ്. മഹാകവി വള്ളത്തോളിന്റെ എന്റെ ഭാഷ എന്ന ഈ കവിതയിൽ മലയാള ഭാഷയുടെ മഹത്വം വർണ്ണിക്കുകയാണ് കവി. സംസാരിക്കാൻ പഠിച്ചു തുടങ്ങുന്ന ഒരു കുട്ടി ആദ്യമായി പറയുന്നത് അമ്മ എന്ന വാക്കാണ്. തന്റെ മാതൃഭാഷയിലാണ് കുഞ്ഞ് അമ്മയെ എന്ന് വിളിക്കുന്നത്. മുലപ്പാലിനൊപ്പം വാത്സല്യത്തിനൊപ്പം കുഞ്ഞിന് പകർന്നു കിട്ടുന്നതാണ് മാതൃഭാഷയും. അതുകൊണ്ട് നമ്മുടെ പെറ്റമ്മയ്ക്ക് തുല്യമാണ് മാതൃഭാഷ എന്നാണ് കവി പറയുന്നത്. നമ്മുടെ വളർച്ച പൂർണ്ണതയിലെത്തുന്നത് മാതൃഭാഷയിൽ നേടിയ അറിവിന്റെ ബലത്തിലാണ്. മാതൃഭാഷ നന്നായി പഠിച്ചാലേ കുട്ടികളുടെ വളർച്ച പൂർണ്ണമാവൂ എന്നാണ് കവി അർത്ഥമാക്കുന്നത്. ഈ കവിതയിൽ എനിക്ക് ഏറെ ഇഷ്ടമായത് മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ എന്ന വരിയാണ്. മറ്റു ഭാഷകളെല്ലാം കേവലം വിരുന്നുകാർ മാത്രമാണെന്നും സ്വന്തം ഭാഷയാണ് മനുഷ്യന്റെ പെറ്റമ്മ എന്നുമാണ് കവി ഈ വരികൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. മലയാള ഭാഷയുടെ പ്രാധാന്യം വിവരിക്കുന്ന മനോഹരമായ ഒരു കവിതയായി മാറുന്നു ഇത്. പ്രവർത്തനം 4. എന്റെ മലയാളം. മാതൃഭാഷയുടെ സൗന്ദര്യവും സവിശേഷതകളും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു ഉപന്യാസം തയ്യാറാക്കുക.
മനുഷ്യന് ജന്മസിദ്ധമായ സമ്മാനമാണ് മാതൃഭാഷ. ഒരു കുഞ്ഞ് ആദ്യം ഉച്ചരിക്കുന്ന വാക്കുകൾ ആ കുഞ്ഞിന്റെ മാതൃഭാഷയിലാണ്. മാതൃഭാഷയുമായുള്ള അവന്റെ ബന്ധം ശാരീരികവും മാനസികവുമാണ്. മാതൃഭാഷ മാത്രമേ ഒരാളുടെ ഹൃദയവുമായി നേരിട്ടുള്ള ബന്ധം പുലർത്തുകയുള്ളൂ. മാതൃഭാഷയ്ക്ക് സൗന്ദര്യവും മഹത്വവും മറ്റു ഒട്ടേറെ സവിശേഷതകളുമുണ്ട്. മാതൃഭാഷയിലൂടെ ഒരു വ്യക്തി തന്റെ സംസ്കാരത്തെ, പാരമ്പര്യത്തെ, ചരിത്രത്തെ തിരിച്ചറിയുന്നു. ഓരോ ഭാഷയും അതിന്റെ ജനതയുടെ ജീവിത രീതികൾ, വിശ്വാസങ്ങൾ, പ്രബോധനങ്ങൾ എന്നിവയുടെ ആകെ തുകയാണ്. മലയാളം പോലെയുള്ള ഭാഷകൾ പഴമയുടെയും സാഹിത്യ വിഭവങ്ങളുടെയും സമൃദ്ധമായ നിധിയാണ്. അതിനാൽ തന്നെ മാതൃഭാഷ വ്യക്തിയുടെ സാംസ്കാരിക ശേഖരണത്തിന്റെ ഒരു അമൂല്യ ഖനിയാണ്. ഭാഷയ്ക്ക് പിന്നിൽ നിലകൊള്ളുന്നത് ഒരു ദേശത്തിന്റെ ഭാവിയാണ്. മാതൃഭാഷയുടെ സംരക്ഷണവും പ്രോത്സാഹനവും നിർബന്ധമാണ്. ഇല്ലെങ്കിൽ മാതൃഭാഷയും സംസ്കാരവും മങ്ങിപ്പോവും. ലോകം എത്രമാത്രം ആധുനികമാവുകയാണെങ്കിലും മാതൃഭാഷയെ മറക്കുന്നത് നമ്മുടെ സ്വഭാവത്തെ നഷ്ടപ്പെടുത്തുന്നതിന് സമമാണ്. മാതൃഭാഷ ഒരാളുടെ ആത്മാവിന്റെ നാദമാണ്. അതിന്റെ സൗന്ദര്യവും മഹത്വവും മനസ്സിലാക്കി അതിനെ സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഓരോ വ്യക്തിക്കും ബാധ്യതയുണ്ട്. വിദേശ ഭാഷകൾ പഠിച്ചാലും മാതൃഭാഷയോടുള്ള പ്രണയം തീരരുത്. അതൊരാളുടെ യഥാർത്ഥ വ്യക്തിത്വത്തിന്റെ അടിസ്ഥാനം തന്നെയാണ്. പ്രവർത്തനം 5. ഇന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നു ബാല്യത്തിന്റെ കിന്നരി തലപ്പാവ് ചൂടിയ കിനാവുകൾ. ബാല്യകാലത്തെ ഏതെല്ലാം അനുഭവങ്ങളാണ് നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത്? ഒരനുഭവം കുറിപ്പായി എഴുതൂ. LP സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ കൂട്ടുകാരുമൊത്ത് നടന്നാണ് സ്കൂളിൽ പോകുന്നത്. നടന്നെത്താവുന്ന ദൂരത്താണ് സ്കൂൾ. സ്കൂളിനടുത്തെത്തും വരെ അമ്മ വഴിയിൽ നോക്കി നിൽപ്പുണ്ടാവും. സ്കൂളിലേക്ക് ചെറിയൊരു ഇറക്കമുണ്ട്. അവിടെയുള്ള ഒരു പറമ്പിൽ വലിയൊരു മഞ്ചാടിയും ഇലഞ്ഞിയുമുണ്ട്. അവിടെ എത്തുമ്പോൾ ഇലഞ്ഞിപ്പൂവിന്റെ നല്ല മണമാണ്. ഞങ്ങൾ എല്ലാവരും ഇലഞ്ഞി മരത്തിന്റെ ചുവട്ടിൽ നിൽക്കും. ആരുമില്ലാത്ത ആ അരികിലാണ് മഞ്ചാടി മരവും നിൽക്കുന്നത്. ഞങ്ങൾ കൈനിറയെ മഞ്ചാടിയും ഇലഞ്ഞിപ്പൂവും പെറുക്കിക്കൊണ്ടാണ് സ്കൂളിലെത്തുന്നത്. പുതിയ ഓരോ അക്ഷരവും പഠിക്കുമ്പോൾ ബുക്കിൽ അക്ഷരത്തിനൊപ്പം മഞ്ചാടി കുരുവും ഇലഞ്ഞിപ്പൂവും ഒട്ടിച്ചു വെക്കുമായിരുന്നു. ഇപ്പോഴും ആ ബുക്ക് ഞാൻ നിധി പോലെ സൂക്ഷിച്ചിട്ടുണ്ട്. പ്രവർത്തനം 6. കത്ത് തയ്യാറാക്കുക. മാതൃഭാഷയുടെ സവിശേഷത വ്യക്തമാക്കുന്ന തെന്നാലി രാമൻ കഥയെ പരിചയപ്പെടുത്തി കൂട്ടുകാരന് ഒരു കത്ത് തയ്യാറാക്കുക. കത്തെഴുതുമ്പോൾ ശ്രദ്ധിക്കുക. ആദ്യം ഒരു ബോർഡർ വരയ്ക്കുക. എന്നിട്ട് സ്ഥലം, തീയതി എഴുതി കൊടുക്കുക. പ്രിയ ധനുഷ്, അവധിക്കാലത്തിനു ശേഷം നിനക്കൊരു കത്തെഴുതണമെന്ന് വിചാരിച്ചു. പക്ഷെ നടന്നില്ല. ഇപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ എഴുതാമെന്ന് കരുതി. ഞങ്ങൾക്ക് പുതിയ മലയാള പാഠപുസ്തകം കിട്ടി. 6ാം ക്ലാസ്സിലെ പുതിയ പുസ്തകം നിനക്കും കിട്ടിയെന്ന് കരുതുന്നു. പുതിയ പുസ്തകത്തിലെ രസിപ്പിക്കുന്ന ഒരു കഥയെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇതിലെ ആദ്യ കഥ തെന്നാലി രാമൻ കഥയാണ്. കൃഷ്ണദേവരായർ എന്ന രാജാവിന്റെ കൊട്ടാരത്തിലെത്തിയ ഒരാൾ തനിക്ക് നിരവധി ഭാഷകൾ അറിയാമെന്നും അതിൽ ഏതാണ് തന്റെ മാതൃഭാഷ എന്ന് കണ്ടെത്താനാവുമോ സഭയിലെ വിദ്വാൻമാർക്ക് എന്നും ചോദിച്ചു. രാജാവ് വിദ്വാൻമാരെ എല്ലാം വിളിച്ചു വരുത്തി. അവരോടെല്ലാം ഒഴുക്കുള്ള രീതിയിൽ പല ഭാഷകളിൽ അയാൾ സംസാരിച്ചു. പലർക്കും അയാളുടെ മാതൃഭാഷ ഏതെന്ന് പറയാനായിട്ട് സാധിച്ചില്ല. പിന്നീട് രാജാവ് തെന്നാലി രാമനെ വിളിച്ചു വരുത്തുകയും തെന്നാലി രാമൻ വിദ്വാന്റെ കാലിൽ അറിയാതെ എന്ന മട്ടിൽ ചവിട്ടുകയും അയാൾ അമ്മയെന്ന് നിലവിളിക്കുകയും ചെയ്യുന്നു. അതിലൂടെ അയാളുടെ മാതൃഭാഷ മലയാളമാണെന്ന് തെന്നാലി രാമൻ കണ്ടുപിടിക്കുന്നു. ഈ ഫലിത രൂപത്തിലുള്ള കഥയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഏതൊരു സാഹചര്യത്തിലും ഒരാൾക്ക് പ്രകടിപ്പിക്കാൻ എളുപ്പം മാതൃഭാഷയാണ് എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രധാന കാര്യം എന്നാണ് ഞങ്ങളുടെ ടീച്ചർ ഞങ്ങളോട് പറഞ്ഞത്. പുതിയ പുസ്തകം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നിനക്കോ? വിവരം അറിയിക്കണേ. സന്തോഷത്തോടെ, കിച്ചു. പ്രവർത്തനം 7. പക്ഷേ മൃതരുടെ നിരകളിൽ അവൻ ഒരു പക്ഷിയെ പോലും കണ്ടില്ല. അതേക്കുറിച്ച് ശന്തനു അച്ഛനോട് എന്തൊക്കെയാവും സംസാരിച്ചിട്ടുണ്ടാവുക? അതിന് അച്ഛൻ പറയുന്ന മറുപടി എന്താകും? സങ്കല്പിച്ചെഴുതുക. ശന്തനു: അച്ഛാ, ഞാൻ പലയിടത്തും അന്വേഷിച്ചിട്ടും ഇതുവരെ ഒരു പക്ഷി പോലും മരിച്ചു കിടക്കുന്നത് കണ്ടില്ല. അച്ഛൻ: നീ എവിടെ അന്വേഷിച്ചത്? ശന്തനു: കുരുവിയെ അവയുടെ കൂട്ടിൽ, പൊന്മാനെ കയ്യാലപ്പൊത്തിൽ, കരികില പിടകളെ പാണൽ കാട്ടിൽ. അച്ഛൻ: പക്ഷികൾ മരിക്കുന്നില്ല ശന്തനു. ശന്തനു: ഇല്ലേ, പിന്നെ അവയ്ക്ക് എന്താണ് പറ്റുന്നത്? അച്ഛൻ: അവ മരിക്കുന്നതിനു പകരം പറന്നു പറന്നു പോകുന്നു. മേഘങ്ങളിലൂടെ, മലകളും പുഴകളും കടന്ന് അവ പറന്നു പോകുന്നു. ശന്തനു: അതാണല്ലേ മരിച്ച ഒരു പക്ഷിയെ പോലും എനിക്ക് കാണാൻ കഴിയാതിരുന്നത്. എന്റെ അമ്മയും ഇങ്ങനെയാണോ പോയത്? അച്ഛൻ: അതെ മോനെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ മക്കളെ നമുക്ക് അടിസ്ഥാന പാഠാവലിയുടെ ഈ ചോദ്യപേപ്പറിൽ ചെയ്യാനായിട്ടുള്ളത്. പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതുപോലെ എങ്ങനെയൊക്കെയാണ് ഉത്തരം എഴുതേണ്ടതെന്നൊക്കെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അടിസ്ഥാന പാഠാവലിയുടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ വിട്ടുപോരും, കണ്ടു നോക്കുക. അതിൽ വേറെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. താങ്ക്